എന്നറിയപ്പെട്ട സ്ത്രീരത്നം സാറ. മിറിയാം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിറിയാം തപ്പെടുത്ത് ആർപ്പിട്ടു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളെ പിൻചെന്നു. മിറിയാം. ദെബോര ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോര ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബാരാക്കിനോടും സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദെബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. നവമിയും രൂത്തും. സ്വന്തം ദേശത്തിലെ ക്ഷാമം മൂലം അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്ന നവോമിയെ കാത്തിരുന്നത് തീരാ ദുഃഖത്തിന്റെ താഴ്വരയാണ്. 2 ആൺമക്കളും ഭർത്താവും നഷ്ടപ്പെട്ട് ശൂന്യതയിലും അപമാനത്തിലും ആഴ്ന്നുപോയിട്ടും തന്റെ മരുമക്കളോട് തന്നെ വിട്ടു പോയിക്കൊള്ളുവാൻ ആവശ്യപ്പെട്ട നിസ്വാർത്ഥതയുടെയും സഹനത്തിന്റെയും നിഴൽ കഷ്ടതയിലും താൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് രൂത്തിന് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ അടിയുറച്ച് ഇളകാത്ത ദൈവവിശ്വാസത്തിന് മാതൃകയായി നവോമി. യഹോവയോടും അമ്മയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വിട്ട് നവോമിയോട് പറ്റി നിന്ന രൂത്ത് തന്റെ ദൈവഭക്തിയും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടുമെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച മരുമക്കൾക്ക് മാതൃകയായ രൂത്ത്. ഹന്ന ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗ മനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും ഉപരി സൗമ്യതയും നാം മാതൃകയാക്കേണ്ടതാണ്. ഹന്ന നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. പരാക്രമശാലിയായിരുന്നുവെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന സ്വന്തം യജമാനനായ നയമാന്റെ മുന്നിൽ ധൈര്യപൂർവം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി. എസ്തർ അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായ എസ്തർ തന്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും മതിമറന്ന് ആഹ്ലാദിക്കാതെയിരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും ശാലീനതയും ഉൾക്കൊണ്ട ഉത്തമ സ്ത്രീ എസ്തർ. എലിസബത്തും മറിയവും. യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ ജനിച്ച യോഹന്നാന് ജന്മം നൽകാൻ ക്ഷമയോടെ കാത്തിരുന്ന ഭാഗ്യവതി എലിസബത്ത്. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളുമായിരുന്ന സ്ത്രീ രത്നം എലിസബത്ത്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയം. സ്വന്തം മകനെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം മറിയം.
ശമരിയാക്കാരത്തി സ്ത്രീ. യേശുവിനെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞ ശമരിയാക്കാരത്തി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വയ്ക്കാതെ വെള്ളം കോരുവാൻ വന്ന കാര്യം പോലും മറന്ന് കുടം അവിടെ ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സ്വവർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. ഒരു വൻ ജനക്കൂട്ടത്തിന് യേശുവിനെ പരിചയപ്പെടുത്തിയ ജ്ഞാനമതിയായ സ്ത്രീ, നല്ല ശമരിയക്കാരത്തി. മറിയയും മാർത്തയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്തുകൊണ്ട് അവളിൽ നിന്ന് ഒരു കാലത്തും എടുക്കപ്പെടാത്ത നല്ല അംശം തിരഞ്ഞെടുത്ത മറിയം, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്നെങ്കിലും അതിഥി സൽക്കാരത്തിൽ സമൃദ്ധയും യേശുവിനെയും ശിഷ്യന്മാരെയും അവരുടെ സന്ദർശന വേളയിൽ ശുശ്രൂഷിക്കുന്നതിൽ വിശ്വസ്തയും ആനന്ദവതിയുമായി തീർന്ന മാർത്ത. മധ്യലക്കാരത്തി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മധ്യലക്കാരത്തി മറിയം. മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയ്ക്കിലെത്തിയ മറിയയെയാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന സ്വവർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു തിരഞ്ഞെടുത്തത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറിയ മഗ്ദലക്കാരത്തി മറിയം. ലുദിയ. തുയഥൈരയിലെ പട്ടുവസ്ത്ര വാണിജ്യ ശൃംഖലയിലെ അധിപയും അതിസമ്പന്നയും എന്ന വിശേഷണത്തിന് അതീതമായി പരിശുദ്ധാത്മാവാൽ ഹൃദയം തുറക്കപ്പെട്ട ദൈവഭക്തിയും ശക്തിയുമായ ശ്രേഷ്ഠ സംരംഭക ലിദിയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കായി അനുസരണപൂർവം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതത്തെ സമൂലം മാറ്റിമറിക്കുന്ന സ്നാനവും പുതുവിശ്വാസവും സ്വീകരിക്കാൻ യൂറോപ്പിൽ നിന്നും ആദ്യം തയ്യാറായവൾ. സോദരി സുവിശേഷക മുന്നേറ്റത്തിന്റെ എക്കാലത്തെയും തിളങ്ങുന്ന മുന്നണി പോരാളി ലുദിയ. പ്രിസ്കില്ല. റോമിലെ ശക്തമായ പീഡനങ്ങളെയും നാടുകടത്തലിനെയും വകവയ്ക്കാതെ ഭർത്താവായ അക്വിലാവിനൊപ്പം പൗലോസിനോട് തോൾ ചേർന്ന് സുവിശേഷീകരണത്തിനായി പോരാടിയ ധീരയായ സ്ത്രീ. തന്റെ ഉപജീവന മാർഗമായ കൂടാരപ്പണിയെ സുവിശേഷ പ്രസിദ്ധീകരണത്തിനായുള്ള ചവിട്ടുപടിയാക്കിയും സ്വന്തം ജീവനെ പോലും പ്രതിരോധത്തിൽ ആഴ്ത്തിക്കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ചേർത്തു കൊണ്ടുവന്നവൾ. സ്വന്തം കൂടാരത്തെ സുവിശേഷ കൂട്ടായ്മകളുടെ കേന്ദ്രമാക്കി സഭയോട് പറ്റുനിന്ന വേദപുസ്തകത്തിലെ ആദ്യ വനിതാ മിഷണറി പ്രിസ്കില്ല. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നു. അവർ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 4:2 പറയുന്നത് സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലും സുവിശേഷ വേലയിൽ പോരാടി നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൽ നിന്നും നല്ല സാക്ഷ്യം ലഭിച്ചവരായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീർന്ന് ജീവപുസ്തക താളുകളിൽ നമ്മുടെ പേരുകളും രേഖപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ അവതരണം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.